ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം മുമ്പാകെയുള്ള പിറുപിറുപ്പും ആത്മീക പിന്മാറ്റവുമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവ്യക്തതകളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഈ കാര്യത്തെ ദൈവവചനത്തിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരട്ടെ. എന്താണ് അവ്യക്തതകളെന്ന് പറഞ്ഞാൽ? വ്യക്തത ഇല്ലായ്മ. വേദപുസ്തകത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയ ധാരാളം ദൈവഭക്തന്മാരുണ്ട്. ഇന്നും ദൈവഭക്തന്മാരുടെയൊക്കെ ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ദൈവം കൂടെയുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ നാളെ എന്തോ ആയിത്തീരും, കുഞ്ഞുങ്ങളുടെ ഭാവി എന്തോ ആയിത്തീരും, കുറച്ചു കാലം കഴിയുമ്പം മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തോ ആയിത്തീരും. ഇങ്ങനെയൊക്കെയുള്ള ലോകം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായൊരു ഉത്തരം നൽകി കൊടുക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. എന്നാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉത്തരവെന്ന് പറയുന്നത് ദൈവം എന്നോട് കൂടെ ഉണ്ട്, വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്നുള്ളത് മാത്രമാണ്. പക്ഷെ പല ആളുകൾക്കും ഈ ഒരു അവ്യക്തത എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയാറില്ല. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? പിന്മാറ്റം ഉണ്ടാകുന്നു, പിറുപിറുക്കുന്നു. ആ ഒരു ദൈവിക കൂട്ടായ്മയിൽ നിലനിന്നുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. ഈ ഒരു ദൈവജന സന്ദേശം മുഴുവനും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും. ഇന്ന് നമ്മൾ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ 2 ദൈവഭക്തന്മാരും പുതിയ നിയമത്തിൽ കർത്താവിന് വേണ്ടി ഏറ്റവും അധികം ശക്തമായി പ്രയോജനപ്പെട്ട അപ്പോസ്തോലനായ പൗലോസിൻ്റെ ജീവിതത്തിലെ ചില അവ്യക്തതകളെയും കുറിച്ചാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ എങ്ങോട്ടെന്നറിയാതെ അദ്ദേഹം പുറപ്പെട്ടു. അബ്രഹാമിനെ കുറിച്ചാണ് പറയുന്നത്. എങ്ങോട്ടെന്നറിയാതെ പുറപ്പെട്ടു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. യാത്ര ചെയ്യുകയാണ്, പക്ഷെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. രണ്ടാമത്തേത് ദാവീദിൻ്റെ ചില വാക്കുകളാണ്. ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്ന് അറിയുവോളം എൻ്റെ മാതാപിതാക്കളെ നിങ്ങളോടുകൂടെ ഒന്നാക്കാൻ പറ്റുമോ? ഒരു ദയനീയമായ വാക്കുകൾ പോലെയാണ് എനിക്കത് തോന്നിയത്. മൂന്നാമത്തേത് അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകളാണ്. എനിക്ക് സംഭവിപ്പാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. ആത്മാവിനാൽ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പട്ടണം തോറും കഷ്ടങ്ങളും നഷ്ടങ്ങളും എന്നെ കാത്തിരിക്കുന്നു, ബന്ധനങ്ങളും കാത്തിരിക്കുന്നു. പക്ഷേ എന്ത് സംഭവിക്കും എന്ന് ഒന്നും ഞാൻ അറിയുന്നില്ല. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇത് നമ്മുടെ ജീവിതവുമായിട്ട് നമുക്കൊന്ന് താരതമ്യപ്പെടുത്താം. അനുഭവങ്ങളുമായിട്ട് ചിന്തിച്ചാലും ഇത് തന്നെയാണ് സത്യമെന്നുള്ള കാര്യം മനസ്സിലാകും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങൾ ആസാദി ടി വിയിലുണ്ടായിരുന്ന ആ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇനി അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ സമയങ്ങളിൽ ഒന്നും അറിയാത്ത ഒരു ഭോഷനെ പോലെയാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ നല്ല വിദ്യാഭ്യാസം, ഡിഗ്രിക്കൊക്കെ എനിക്ക് ഉപരിപഠനത്തിന് പോകാനായിട്ടുള്ള നല്ല മാർക്ക് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വീടിൻ്റെ സാഹചര്യത്തിൽ, അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ദൈവവേലയ്ക്ക് വിളിയുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഒത്തിരി ചോദ്യങ്ങളെ ഞാൻ നേരിട്ടു. എൻ്റെ കല്യാണം എങ്ങനെ നടക്കും? അന്ന് എൻ്റെ സഹോദരൻ്റെയൊക്കെ പഠനങ്ങൾ കാര്യങ്ങളൊക്കെ കിടക്കുകയാണ്. കാര്യങ്ങൾ എന്താകും, വീട്ടിലെ കാര്യങ്ങൾ എന്താകും എന്നുള്ളത് എല്ലാം അവ്യക്തമായിരുന്നു. ദൈവം ഞാൻ നടത്താം എന്നുള്ള ഒരു കാര്യമല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. ഈ നടത്താമെന്ന് പറയും, എങ്ങനെ നടത്തുമെന്ന് ദൈവം പറയത്തില്ല. ചിലപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഞാൻ കരുതാമെന്ന് പറയും, പക്ഷെ എങ്ങനെ കരുതുമെന്ന് പറയത്തില്ല. ഈ അബ്രഹാം തന്നെ ഏകദേശം 2000-ലധികം കിലോമീറ്ററാണ് യാത്ര ചെയ്തതെന്ന് നമ്മൾ ഓർക്കണം. കൽദയ പട്ടണമായ ഊരിൽ നിന്ന്, അതായത് മോഡേൺ ഇറാഖിൽ നിന്ന് ഹാരാനിലേക്ക്, ഇന്നത്തെ തുർക്കിയിലേക്ക്, അവിടെ നിന്ന് കനാനിലേക്ക്, അതായത് പാലസ്തീനിലേക്ക്, മൊത്തത്തിൽ 2000-ഓളം കിലോമീറ്ററുകൾ ഈ മനുഷ്യൻ യാത്ര ചെയ്തു. പക്ഷെ ദൈവം കൂടെ ഉണ്ടായിരുന്നു, മാപ്പില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഞാനീ പറയുന്നത് ശ്രദ്ധിക്കുക. ദൈവം അദ്ദേഹത്തോടു കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ മാപ്പില്ലായിരുന്നു. മാപ്പ് വെച്ചല്ല നമ്മുടെ യാത്ര. ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിലാണ്
നമ്മളുടെ യാത്ര. പക്ഷേ ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുമ്പോൾ ആ ചിത്രകാരൻ്റെ ഉള്ളിൽ ഒരു ചിത്രമുണ്ട്, ഇല്ലേ? അദ്ദേഹം ആദ്യമായിട്ട് ഒരു ചിത്രത്തിൻ്റെ ആ ചിത്രം വരയ്ക്കാൻ ആരംഭിക്കുമ്പോൾ ചുറ്റുപാട് നിൽക്കുന്നവർക്കോ കാണുന്നവർക്കോ ആ ചിത്രത്തിൻ്റെ വ്യക്തത അറിയില്ല, അല്ലെങ്കിൽ എന്താണ് ആ ചിത്രകാരൻ്റെ മനസ്സിലെന്ന് അറിയില്ല. പക്ഷേ അത് കുറച്ച് എന്താ പറയുന്നത്, കോറിയിട്ട ലൈനുകളായി അത് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചലിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒടുവിൽ നമ്മൾ കാണുമ്പോൾ അതിമനോഹരമായൊരു ചിത്രം അവിടെ രൂപപ്പെട്ടു വരുന്നത് പോലെയാണ് വിശ്വാസ ജീവിതത്തിൻ്റെ യാത്ര. ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് പിന്മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ പിറുപിറുത്തു പോകും, നമ്മൾ നിരാശപ്പെട്ടു പോകും. നമുക്ക് വളരെ വേഗത്തിൽ ഈ ഒരു ദൈവജന സന്ദേശത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. എങ്ങോട്ടെന്നറിയാതെ അബ്രഹാം യാത്ര ചെയ്ത് പുറപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലാണ് വിശ്വാസത്താൽ ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കിയപ്പോൾ എങ്ങോട്ടെന്നറിയാതെ, ഏത് സ്ഥലത്തേക്കാണെന്ന് അറിയാതെ ഉള്ള ഒരു യാത്ര. നമ്മളൊക്കെ ഒരു യാത്രയിൽ ഷെഡ്യൂൾ വെച്ചാണ് യാത്ര ചെയ്യുന്നില്ലേ? സമയത്തിറങ്ങണം. പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ഈ ലൊക്കേഷൻ മാപ്പൊക്കെ ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് ഏത് ടൈമിൽ എവിടെ എത്തുമെന്നെല്ലാം നമുക്കറിയാം. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യാതെയല്ലേ യാത്ര ചെയ്യുന്നത്, പ്രീ പ്ലാനിങ്ങോടുകൂടി ഷെഡ്യൂൾ ചെയ്ത് കൃത്യമായ യാത്രകളാണ്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടുന്നത്. പക്ഷേ വിശ്വാസത്തിൻ്റെ യാത്രകൾ ഇത്തരത്തിലുള്ള ഒരു പ്ലാനിങ്ങും നടക്കത്തില്ല എന്നുള്ളതാണ്. കാരണം ഇത് വിശ്വാസ യാത്രയാണ്. 2000-ത്തിലധികം കിലോമീറ്ററുകൾ യാത്ര ചെയ്തൊരു മനുഷ്യൻ 25 വർഷങ്ങൾ നക്ഷത്രത്തെ നോക്കി വിശ്വാസത്തോടെ യാത്ര ചെയ്തൊരു മനുഷ്യൻ ഉൽപ്പത്തി പുസ്തകം 15-ൽ ദൈവത്തോട് ചോദിക്കുക, നീ എനിക്ക് എന്ത് തരും? ഭയങ്കര ഒരു ചോദ്യമല്ലേ, എന്ത് തരും? അതാ ഞാൻ പറഞ്ഞത്, അവ്യക്തതയാണ്. ദൈവം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്ന് തരും? എപ്പോൾ തരും അറിയില്ല. തരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ദൈവം പറഞ്ഞുകൊണ്ട് തരും, എപ്പോൾ തരും അറിയില്ല. പക്ഷേ ഞാൻ ഈ ദർശനങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, ഈ വലിയ ഒരു ദൈവ പദ്ധതിയുടെ ഒരു ഭാഗമാണ് ദൈവം നമ്മളെ കാണിക്കുന്നത്. ഇതിനു മുമ്പ് പല സന്ദേശങ്ങളിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കേണ്ടുന്നത് വലിയൊരു ദൈവ പദ്ധതിയുടെ ഒരു ഭാഗമാണ് ദൈവം നമ്മളെ കാണിക്കുന്നത്. യോസഫിനെ കഷ്ടത ദൈവം കാണിച്ചില്ല, പക്ഷേ യോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുടെ ഒരു ഭാഗം യോസഫിനെ ദൈവം കാണിച്ചു. ഇവിടെ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ദൈവത്തോട് കൂടെയുള്ള യാത്രയാണ് നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിൽ പരിപൂർണമായും ആശ്രയിക്കുക. ദൈവാശ്രയവും വിശ്വാസവും പ്രാർത്ഥനയും, ഇത് മൂന്നുമാണ് നമ്മുടെ ജീവിതത്തെ വിജയകരമായി നിലനിർത്തുന്നത്. ഈ യോർദാൻ്റെ കരയിലെത്തിയപ്പം അവർക്ക് മുമ്പോട്ട് പോകാൻ അറിയാതെ ഇരുന്നപ്പം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ വഴി പോയിട്ടില്ല, പെട്ടകം നിങ്ങളുടെ മുമ്പിൽ പോകും, പെട്ടകത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുക. അതായത് ദൈവത്തിൻ്റെ വചനം നമുക്ക് വഴി കാണിച്ചു തരുന്നതാണ്. പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, പഴയ നിയമ ഇസ്രായേലിന് സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ ശൂർ മരുഭൂമിയിൽ ഇസ്രായേൽ സഞ്ചരിച്ചു. 3 ദിവസം വെള്ളം കിട്ടാതെ. ഇപ്പോഴത്തെ ഈ കേരളത്തിലെ കഠിനമായ ചൂട് നമുക്കറിയാമല്ലോ. അപ്പോൾ 3 ദിവസം മരുഭൂമിയിലൂടെ വെള്ളം കിട്ടാത്ത അവസ്ഥ. അവസാനം അവരെവിടെ എത്തി? മാറയിലെത്തിയപ്പോൾ ആ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥയല്ലേ. ആ സമയത്ത് അവർ പിറുപിറുത്തു. സ്വാഭാവികമാണ്. പക്ഷേ മാറയിലെ കയ്പ് മാറ്റാനുള്ള വൃക്ഷം മാറയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. മോശയുടെ ഒരൊറ്റ പ്രാർത്ഥന മാത്രം മതിയായിരുന്നു ആ മാറയുടെ കയ്പ് മാറ്റുന്ന വൃക്ഷം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നേരിടുന്ന പല കയ്പുകളും ചുറ്റി നടത്തലിൻ്റെയും മറുപടികൾ നമ്മുടെ സമീപത്ത് തന്നെ ഉണ്ടെന്നേ. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവം മുമ്പാകെ പ്രാർത്ഥിക്കാനും തയ്യാറായാൽ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ദൈവം നമുക്ക് വേണ്ടി വഴികളെ ഒരുക്കി തരുന്നൊരു ദൈവമാണ്. വ്യക്തികളിലൂടെ ഇടപെടേണ്ട സാഹചര്യങ്ങളിൽ ദൈവം വ്യക്തികളിലൂടെ ഇടപെടും. നമ്മളെ കരുതേണ്ട സാഹചര്യങ്ങളിൽ, നമ്മളെ നടത്തേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല ഒരിക്കലും ദൈവത്തിൻ്റെ വഴി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരു വ്യക്തിയിൽ നമ്മൾ ആശ്രയിക്കരുത്. പണ്ട് സഹായിച്ചവർ ഇന്ന് സഹായിക്കണമെന്നില്ല. നമ്മൾ
ദൈവാശ്രയം നമുക്ക് കൈമുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടില്ല. വിളിച്ചത് ദൈവമാണെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ, ആ പാതയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ഇന്നത്തെ നേരിടുന്ന അവ്യക്തതകൾ ധാരാളം ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് പറയാനായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുൻപോട്ട് പോകാം. തീർച്ചയായിട്ടും ഈ ചിന്തകൾ, ആലോചനകൾ കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്നതിനും ധൈര്യത്തോടെ ഈ ഒരു ജീവിതം നയിക്കുന്നതിനും നമുക്ക് സഹായകമായി തരും. അപ്പോൾ 25 വർഷമാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിൽ സ്തേഫാനോസ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഹാരാനിൽ വന്നു പാർത്തു, പിന്നീട് ഈ വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അപ്പം തനിയെ നമ്മൾ നടന്നു പോകുന്ന സമയങ്ങളിലും ദൈവം നമ്മളെ എടുത്തുകൊണ്ട് പോകുന്ന സമയങ്ങളുമെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ ഒരു അവ്യക്തത, അതാണ് ഞാൻ ഈ ഒന്ന് എംഫസൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു അവ്യക്തത. ഞാൻ ഒത്തിരി കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിലായിരുന്ന സമയങ്ങളിൽ ഒത്തിരി പേരെന്നോട് എന്നെ സ്നേഹിച്ച, ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം, എന്നെ സ്നേഹിച്ച പത്തനംതിട്ടയിലെ ഒരു വലിയ ബിസിനസ്സുകാരനായ ഒരാൾ എൻ്റെ അന്ന് ഞങ്ങൾക്ക് ദൈവം ഒന്നിനും ബുദ്ധിമുട്ട് വരുത്തിയിട്ടില്ല. പക്ഷേ പുറം ലോകം കാണുമ്പം എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കൊരു മനോഹരമായ ഓഫർ വെച്ച് നീട്ടി. ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. കാരണം മനുഷ്യർ നമ്മളെ നോക്കുമ്പം, നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ നോക്കുമ്പം എങ്ങനെ കഴിയും, എങ്ങനെ പോകും, എങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും, എങ്ങനെ കല്യാണം കഴിപ്പിക്കും, എവിടെ പോയി ജീവിക്കും, എങ്ങനെ നടക്കും. നമ്മൾ വിശ്വസ്തയോടെയാണ് ദൈവത്തെ സേവിക്കുന്നതെങ്കിൽ നമ്മൾ ക്ഷീണിക്കുമ്പോൾ നമ്മളെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു ദൈവമുണ്ട്. 25 വർഷം ഈ മനുഷ്യൻ യാത്ര ചെയ്യുകയാണ്. 25 വർഷം പറയാൻ എളുപ്പമാണ്. 2000-ലധികം കിലോമീറ്ററുകൾ അദ്ദേഹം യാത്ര ചെയ്തു. കൃത്യമായി പറഞ്ഞാൽ 1800 എന്നാണ് പറയുന്നത്. പക്ഷേ പിന്നീടുള്ള ഈജിപ്തിലേക്കുള്ള യാത്രകളെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ 2000-ലധികം കിലോമീറ്ററുകൾ 25 വർഷമായ 25 വർഷം വയോധികനായ ഒരു മനുഷ്യൻ തൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും എല്ലാം കൂട്ടി യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ, കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും എന്ന് ഞാൻ അല്ലെങ്കിൽ ആ കുടുംബത്തോടുള്ള കുഞ്ഞുങ്ങൾ, അദ്ദേഹത്തിൻ്റെ കുഞ്ഞല്ല. അപ്പം ഇദ്ദേഹം യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ അലച്ചിലാണ്, അലച്ചിലാണ്. ഇതേ അലച്ചിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. ദൈവഹിതപ്രകാരമുള്ള മനുഷ്യൻ ഇല്ലേ, ദൈവഹിതപ്രകാരമുള്ളയാൾ, എല്ലാം ദൈവത്തോട് ആലോചന ചോദിക്കുന്ന വ്യക്തി. 1 ശമൂവേൽ 22-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പം അവിടെ മോവാബ് രാജാവിൻ്റെ മുമ്പിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുകളാണ്, ദൈവം എനിക്ക് എന്ത് ചെയ്യും എന്ന് അറിയുവോളം എൻ്റെ മാതാപിതാക്കന്മാരെ കൊണ്ടുവന്ന് നിർത്താൻ എന്നെ സഹായിക്കണം. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായിരുന്നു അലച്ചിൽ? പറയാം. ശൗല് കൊല്ലാനായിട്ട് ശ്രമിച്ചു. അവിടുന്ന് ഓടി ഗത്തി രാജാവായ ആക്കീശിൻ്റെ അടുത്തെത്തി. അവിടെ കിടന്ന് പ്രാന്ത് കളിച്ചു. തലനാരിഴയ്ക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു. അവിടുന്ന് അടുത്ത ഒരു അതുല്ലാം ഗുഹയിലേക്ക് അദ്ദേഹം എത്തി. ആ ഗുഹയിൽ 100-400 പേര് ജീവിക്കാൻ ഒരു നിർവാഹമില്ലാത്തവർ തൻ്റെ കൂടെ വന്നു. അവിടുന്ന് അടുത്ത മോവാബിലേക്ക് പോവുകയാണ്. മോവാബിലേക്ക് ചെന്നിട്ട്, ഇത് പറയാൻ എളുപ്പമാണ് ഇല്ലേ, പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം പ്രിയമുള്ളവരെ. ഇങ്ങനെ അലഞ്ഞുള്ള യാത്രകൾ, ലക്ഷ്യമില്ലാത്ത യാത്രകൾ പോലെ ചിലപ്പോൾ നമുക്ക് തോന്നും ഇല്ലേ. ഞാനും നിങ്ങളും ഇന്ന് കടന്നു പോകുന്ന വിശ്വാസത്തിൻ്റെ ജീവിതയാത്രകൾ പലപ്പോഴും ലോകത്തെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമില്ലാത്ത യാത്ര ഇല്ലേ. പ്രാന്തനെ പോലെ, പൊട്ടനെ പോലെ, എന്ത് കണ്ടിട്ടാണ് നീ ഇറങ്ങിയത്, എന്ത് നോക്കിയിട്ടാണ് ഇറങ്ങിയത്? മനുഷ്യർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. കൃത്യമായൊരു ഉത്തരമില്ല. ആകെയുള്ള ഒരു ഉത്തരം ദൈവമാണ് വിളിച്ചതെന്ന ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. ദൈവമാണ് കരുതുന്ന ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. ഭാവി എന്താകും? അറിയില്ല. ഇന്നത്തെ ഈ ഒരു വഴി അടഞ്ഞാൽ നാളെ ഇവിടെ പോയി നിൽക്കും? അറിയില്ല. യുദ്ധത്തിൻ്റെ അന്തരീക്ഷമാണ്. ജോലി നഷ്ടപ്പെട്ടാൽ നാളെ എന്ത് ചെയ്യും? അറിയില്ല. ദൈവമൊന്നും പറഞ്ഞിട്ടുമില്ല. ചിലർ ചോദിക്കും, ദൈവം എല്ലാം പറയുന്ന ദൈവമല്ലേ? തീർച്ചയായും ദൈവം എല്ലാം പറയും. പക്ഷേ എല്ലാം പറയാറില്ല. എന്തുകൊണ്ടാണ് എല്ലാം ദൈവം പറയാത്തത്? ദൈവം എല്ലാം പറയാത്തതിൻ്റെ കാരണം ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. വേദപുസ്തകം മുഴുവനും പഠിച്ചു നോക്കുക. ഈ അവ്യക്തതകളില്ലാതെ ഞാൻ കണ്ട ഒരേ ഒരാൾ വേദപുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഈ അവ്യക്തതകളൊന്നുമില്ലായിരുന്നു. താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് നന്നായി അറിഞ്ഞിരുന്നു. എല്ലാം ചെയ്യുന്നതിന് മുമ്പ് നന്നായി അറിഞ്ഞിരുന്നു.
കാരണം യേശുക്രിസ്തു ദൈവപുത്രനായതുകൊണ്ട്, ദൈവമായതുകൊണ്ട് എല്ലാം തനിക്കുണ്ടായിരുന്നു, അറിയാമായിരുന്നു. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു അറിവുകൾ നമുക്കില്ലാത്തത് കൊണ്ടും, നമ്മൾ പരിമിതികളുള്ള മനുഷ്യരായതുകൊണ്ടും, സൃഷ്ടിയായതുകൊണ്ടും, സൃഷ്ടാവല്ലല്ലോ, നമ്മളെല്ലാം സൃഷ്ടികളായതുകൊണ്ടും ഇന്നും തുടരുന്ന ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. അവിടെ വിശ്വാസത്തിൻ്റെ ചുവടുവെപ്പുകൾ നടത്തുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ദാവീദിൻ്റെ ആ വാക്കുകൾ ശ്രദ്ധിച്ചു. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിക്കുക. ഒന്നുകൂടെ ഞാൻ റെഫറൻസ് പറയാം. 1 ശമൂവേൽ 22:3. എൻ്റെ മാതാപിതാക്കളെ കൊണ്ടുവന്നൊന്ന് പാർപ്പിക്കണം. ഒന്ന് ഓർത്തു നോക്കി. ദൈവം വിളിച്ചിറക്കിയവനാണ്, അഭിഷേകം ചെയ്തവനാണ്. പക്ഷെ അപ്പനെ അമ്മയും താമസിപ്പിക്കാൻ പോലും വഴിയില്ലാത്ത അവസ്ഥയിലായി. മാതാപിതാക്കളുടെ കാര്യം, നീ ഏത് ദൈവത്തെയാണ് വിളിച്ചത്? നിന്റെ ദൈവം എവിടെയാണ്? നീ ആരെയാണ് സേവിക്കുന്നത്? പക്ഷെ പിൽക്കാലത്തുള്ള ദാവീദിൻ്റെ ജീവിതം തിരിഞ്ഞു നോക്കുക. ദൈവം ചെയ്യേണ്ടതെല്ലാം തനിക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. ചില സമയങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കടന്നു പോയാലേ പറ്റത്തുള്ളൂ. അടുത്തത് അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകളാണ്. എന്താണെന്നറിയാമോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 20:23. ഒരൊറ്റ സെൻറ്റൻസ് ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നും ഞാൻ അറിയുന്നില്ല, ഒന്നും ഞാൻ അറിയുന്നില്ല. എന്താണ് ആ സംഭവം? ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു. കഷ്ടങ്ങളും ബന്ധനങ്ങളും പട്ടണം തോറും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നതല്ലാതെ എന്ത് സംഭവിക്കും എന്ന് ഒന്നും ഞാൻ അറിയുന്നില്ല. ദൈവാത്മാവെല്ലാം സംസാരിക്കുന്ന ആളല്ലേ പൗലോസ്? ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട് ജീവിക്കുന്ന ആളല്ലേ പൗലോസ്? പക്ഷേ ഒരു അവ്യക്തതയുണ്ട്, ശ്രദ്ധിച്ചോ. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്നും ഞാൻ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ കൈവിട്ടോ എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. ദൈവത്തിന് ശക്തിയില്ലയോ എന്നും ചിന്തിക്കരുത്. നാളെ എങ്ങനെ ആയിത്തീരും എന്നും വിഷമിക്കണ്ട, പ്രാർത്ഥിക്കുക. നിരാശപ്പെടരുത്, പിറുപിറുക്കരുത്. ദൈവാശ്രയത്തോടെ മുമ്പോട്ട് പോകാം. പിന്നീട് എന്താണ് പൗലോസിൻ്റെ യാത്രകളിൽ? ഓരോ സമയത്തും അദ്ദേഹം അറിഞ്ഞില്ലെങ്കിലും കൊടുക്കേണ്ടുന്ന ദൂതുകൾ തത്സമയത്ത് കൊടുത്താണ് ദൈവം നടത്തുന്നത്. ഞാൻ സാധാരണ ഇങ്ങനെ ഒരു കാര്യം പറയാറുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് കൽക്കട്ടയിലേക്ക് ഒരു ട്രെയിൻ യാത്ര ചെയ്ത് പോകുമ്പോൾ ഈ ഹൗറ വരെ ഗ്രീൻ സിഗ്നൽ കിട്ടണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. ലോക്കോ പൈലറ്റ് ഈ ട്രെയിനെ നിയന്ത്രിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ചില സ്ഥലത്ത് പച്ച മുമ്പോട്ട് പോകും, ചില സ്ഥലത്ത് റെഡ് പിടിച്ചിടും, ചില സ്ഥലത്ത് സ്ലോ ആയിട്ട് പോകേണ്ടി വരും. ഇങ്ങനെ പിടിച്ചിട്ടും പോയി. ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതം. മാപ്പ് വെച്ചൊരു യാത്രയല്ല, ദൈവം കരം പിടിച്ചുള്ള യാത്രയാണിത്. അതിൻ്റെ അകത്ത് പരാജയപ്പെടുന്നത് ദൈവാശ്രയം നഷ്ടപ്പെട്ട്, പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ട്, ദൈവിക ബന്ധം നഷ്ടപ്പെട്ട് നാം മാറിപ്പോകുമ്പോഴാണ്. അല്ലാത്തിടത്തോളം കാലം ഒരിക്കലും നമ്മൾ പരാജയപ്പെടില്ല. മുട്ടുമേലിരുന്ന് കരഞ്ഞ് ദൈവം മുമ്പിൽ പ്രാർത്ഥിക്കാനും കണ്ണുനീരൊഴുക്കാനും ദൈവത്തോട് ആലോചന ചോദിക്കാനും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും കർത്താവിനെ സ്നേഹിക്കുവാനും ആത്മാർത്ഥമായി ദൈവം മുമ്പാകെ ജീവിക്കാനും നമ്മൾ തയ്യാറാണെങ്കിൽ അവിടുന്ന് ആ സ്വർഗീയ പിതാവ് വഴികളെ ഓരോന്നും തുറന്ന് നമ്മളെ നടത്തും. നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. എനിക്കത് മാത്രമേ പറയാനായിട്ടുള്ളൂ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എനിക്ക് വിഷമം ഉണ്ടാകുമ്പോൾ പണ്ട്, കാരണം ഈ ഭാവിയെക്കുറിച്ചുള്ള ആങ്സൈറ്റി, ഞാൻ പ്രത്യേകിച്ച് ഒത്തിരി ആങ്സൈറ്റി കൂടുതലുള്ള ഒരാളായിരുന്നു. ഇപ്പോൾ പിന്നെ ഒത്തിരി പ്രാർത്ഥിച്ചൊക്കെ കുറഞ്ഞു. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്ന അബ്രഹാമിനെ കുറിച്ച്. ആൾക്കാരൊക്കെ കൂടിയിരിക്കുമ്പോൾ ഞാൻ ഈ വിശ്വാസത്തിൻ്റെ പ്രസംഗമൊന്ന് പ്രസംഗിക്കുക. എന്തോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നേ? എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അന്നേരമല്ലേ എൻ്റെ ഉള്ളിൽ ദൈവമേ, ആ മനുഷ്യൻ പോയതുപോലെ ഞാനും ഇറങ്ങി തിരിച്ചിരിക്കുക. എങ്ങോട്ട് പോയെന്നറിയാതെ പോയി. ദൈവം നടത്തും. അന്നേരം ഇത് പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ നടത്തുമല്ലോ ഇല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. പക്ഷേ ആ കാലങ്ങളെല്ലാം കഴിഞ്ഞു പ്രിയമുള്ളവരെ. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ രോഗങ്ങൾ, കഷ്ടതകൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, അനർത്ഥങ്ങൾ ഇതെല്ലാം വന്നിട്ടും
അവിടെ ഒന്നും പരാജയപ്പെട്ടു പോകാതെ, തളർന്നു പോകാതെ ഇതുവരെയും കൈപിടിച്ച് നടത്തിയ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്താൻ വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് ദൈവാശ്രയം, പ്രാർത്ഥന, അവിശ്വാസങ്ങൾ മാറ്റിവെക്കുക, പിറുപിറുപ്പുകൾ മാറ്റിവെക്കുക, മുൻവിധികൾ, സ്വയനീതീകരണങ്ങൾ, പാപങ്ങൾ ഇതെല്ലാം അകറ്റി മുൻപോട്ട് യാത്ര ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. അവ്യക്തതകൾ അതേ കണക്കാക്കണ്ട, ഭാരപ്പെടേണ്ട. അതിനെല്ലാം ദൈവം വ്യക്തമായി തെളിച്ചു തരും. നാം ധൈര്യത്തോടെ മുമ്പോട്ട് പോകാൻ തയ്യാറാകുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങളുടെ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി അവ്യക്തതകളുണ്ട്, ചോദ്യങ്ങളുണ്ട്. മറ്റുള്ളവർ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്തുത്തരം പറയണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഭാവി എന്താകുമെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ദൈവമാണ് ഞങ്ങളുടെ കൈക്ക് പിടിച്ചിരിക്കുന്നത്. അവിടുന്ന് ജീവനുള്ള ദൈവമാണ്, ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമാണ്. ഞങ്ങൾ വിശ്വാസത്തിൻ്റെ ചുവടുവയ്പ്പുകൾ നടത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ മക്കളാണ് വാഗ്ദത്ത പ്രകാരം ഞങ്ങൾ. അവിടുത്തെ വഴികളിൽ യാത്ര ചെയ്യുവാൻ കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ.